ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ നമ്മൾ ഒത്തിരി വീഡിയോകളിലൂടെ കണ്ട ഒരു സ്ഥലമാണ് പരിയാരം CSR ചെക്കടം എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പറ്റില്ല, നന്നായിട്ട് വെള്ളമുണ്ട്. ഇത് മല വഴി അതിരപ്പള്ളിയിലൂടെ വരുന്ന വെള്ളം പോകുന്ന വഴിയാണ്. ഈ വെള്ളം ഇനി ചാലക്കുടി പുഴയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഈ വെള്ളം ചാടുന്നതിൻ്റെ താഴെ ആളുകൾ നിൽക്കുകയും കുളിക്കുകയും കളിക്കുകയും അതുപോലെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ട് അടിച്ചു പൊളിക്കാനൊക്കെയുള്ളൊരു പറ്റിയൊരു സ്പേസ് തന്നെയാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ ആരെയും അവിടേക്ക് കടത്തി വിടുന്നില്ല. വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. അതുപോലെ അതിന് മേലേക്കൂടെ നടക്കാനും ഒന്നിനും അനുവദിക്കുന്നില്ല. വെള്ളത്തിൽ തൊടാൻ തന്നെ അനുവദിക്കുന്നില്ല. കാരണം നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമ്മളുടെ ഇവിടെയൊന്നും മഴയൊന്നും അധികം കാര്യമായിട്ടില്ലെങ്കിലും മലമ്പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വെള്ളം ശക്തമായിട്ട് ഇത്രയും ഫോഴ്സിൽ വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിലേക്ക് ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് കണ്ടു. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടു. നല്ല രീതിയിൽ വെള്ളമുണ്ട്. ആ സൗണ്ട് കേൾക്കാനും അതിങ്ങനെ കുറച്ച് നേരം കാണാനൊക്കെ നമുക്ക് നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നിപ്പോവും. അത്രയും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോരാനായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. മിന്നുവിന് അതിലൊക്കെ ഒന്ന് തൊടണമെന്നും കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം. നീന്താനും ഇതിനൊന്നും അറിയില്ല. പക്ഷേ എന്നാലും വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട് ആൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ വെള്ളത്തോട് ഒത്തിരി താല്പര്യമുള്ള ആളാണ്. എന്നാലും നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇത്രയും വെള്ളമൊക്കെ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി അവിടേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും വെള്ളമൊക്കെയുള്ള സമയത്ത് വെള്ളത്തിൽ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വക കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ ഇനി ഇറങ്ങാൻ പറ്റില്ല എന്ന്. എന്നാലും എന്നോട് കൈ കൊണ്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ കാണിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ ഇപ്പോൾ ഇത്രയും ഇതിൽ അങ്ങനെ വെള്ളത്തിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചാലക്കുടി തടയണയുടെ അവിടെ പിള്ളേരെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാറും അവിടെ വെള്ളത്തിൽ കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത്രയും വെള്ളം, അവിടെ അത്രയും വെള്ളം വരില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഞാൻ പറഞ്ഞു. ഈ വെള്ളം തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അവിടെയും ഇത്രയും തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ അവിടെ ആയാലും നമുക്ക് കളിക്കാനോ വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരും ചേട്ടനും എല്ലാവരും കൂടെ പോയിട്ട് അവിടെ മീനൊക്കെ പിടിക്കാനായിട്ട് പോവാറുണ്ട് കേട്ടോ. മിന്നുനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൊക്കിനെ കണ്ടു കേട്ടോ. കൊക്കാണെന്ന് തോന്നുന്നത്, ഞങ്ങൾ അകലേന്നാണ് കേട്ടോ കാണുന്നത്. കൊക്കിനെ കണ്ടു. പക്ഷെ അത് പറന്ന് പോകുന്നത് കുറച്ച് നേരം നോക്കി. പക്ഷെ അത് പറന്ന് പോകുന്നത് കാണാനുണ്ടായില്ല. അതവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആരെയും കടത്തി വിടുന്നില്ല. അതായത് തടയണയുടെ മൂളിക്കൂടെ ആരെയും കടത്തി വിടുന്നില്ല. അതുപോലെ വണ്ടികളും അതിലേക്ക് ഇറക്കരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒത്തിരിയും ഇങ്ങനെ കുട്ടികളും അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ ഷട്ടറുകൾ ഉണ്ടാവില്ല ഇടയിൽ, അതിൻ്റെ അവിടേക്ക് നല്ല ഫോഴ്സിലാണ് ഒഴുക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് വീണ് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബായ്.